കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായൊരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനമുള്ള മണ്ഡലമാണ് പാലാ നിയമസഭാ മണ്ഡലം. അതായത് കെ.എം. മാണിയുടെ മണ്ഡലം എന്നാണ് പാലാ നിയമസഭാ മണ്ഡലം അറിയപ്പെടുന്നത്. ഒരു VIP മണ്ഡലമായാണ് ഇക്കാലം അത്രയും കെ.എം. മാണി 1965 മുതൽ 2019 വരെയും കെ.എം. മാണിയുടെ കുത്തക മണ്ഡലമായിരുന്നതാണ് പാലാ നിയോജക മണ്ഡലം. അതിനുശേഷമാണ് അവിടെ രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ മാറിമറിയുന്നത്. ഇത്തവണത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് പാലാ നിയോജക മണ്ഡലം. മീനച്ചിലാർ താലൂക്കിൽ ഉൾപ്പെടുന്ന ഭരണങ്ങാനം, കടനാട്, കരൂർ, കൊഴുവനാൽ, മീനച്ചിൽ, മേലുകാവ്, മൂന്നിലവ്, മുത്തോലി, രാമപുരം, തലനാട്, തലപ്പലം എന്നീ പഞ്ചായത്തുകളും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന എലികുളം എന്ന പഞ്ചായത്തും പാലാ മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് പാലാ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി ജോസ് കെ മാണിയാണ്, കെ.എം. മാണിയുടെ മകനും കേരള കോൺഗ്രസ് എം നേതാവുമായ ജോസ് കെ മാണിയാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ UDF-ന് വേണ്ടി മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹമാണ് ജനവിധി തേടുന്നത്. NDA സ്ഥാനാർത്ഥിയായി ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് ആണ് ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങുന്നത്. ശരിക്കും കെ.എം. മാണിയുടെ മരണത്തിന് ശേഷമാണ് പാലയിൽ ഒരു നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തികച്ചും 2021 ആ ഒരു തെരഞ്ഞെടുപ്പോടെയായിരുന്നു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു അടിവരയിട്ടൊരു കാര്യം 2021 തെരഞ്ഞെടുപ്പോടെയായിരുന്നു നടന്നത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ജോസ് കെ മാണി മത്സരിച്ചെന്ന അദ്ദേഹം UDF-ന്റെ സ്വതന്ത്രനായി മത്സരിച്ച മാണി സി കാപ്പനോട് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കെ.എം. മാണിയുടെ മരണശേഷമാണ് കേരള കോൺഗ്രസ് എം LDF മുന്നണിയിലേക്ക് ഘടകകക്ഷിയായി എത്തുന്നത്. അതിന് പിന്നാലെ തന്നെ NCP നേതാവായിരുന്ന മാണി സി കാപ്പൻ LDF-ൽ നിന്നകന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി UDF മുന്നണിയിലേക്ക് പോവുകയും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകീയ മാറ്റങ്ങൾക്ക് പാല വേദിയാവുകയും ചെയ്തിരുന്നു. 2021 വ്യക്തമായൊരു രാഷ്ട്രീയ മാറ്റം പാലാ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുന്നത്. അവിടെ ജോസ് കെ മാണി പരാജയപ്പെടുന്നു. മാണി സി കാപ്പൻ ആദ്യമായി പാലാ നിയോജക മണ്ഡലത്തിന്റെ MLA ആയി വരുന്നു. അതുപോലെ തന്നെ 61,528 വോട്ടുകൾ നേടിയായിരുന്നു അന്ന് മാണി സി കാപ്പൻ പാലാ മണ്ഡലം പിടിച്ചെടുത്തത്. 15,378 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ജോസ് കെ മാണി എന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ശരിക്കും പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികൾക്ക് അവസാനമാകുന്നു എന്നതിന്റെ ഒരു തെളിവായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.